أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യനായ അധ്യക്ഷൻ, സ്റ്റേജിലും വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 4 വർഷത്തിലേറെയായി
കേരളത്തിൽ മതപ്രബോധന രംഗത്ത് പല പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ദഅ്വ കൂട്ടായ്മയുടെ ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ PN സംസാരിച്ചതുപോലെ പുളിക്കൽ എന്ന പ്രദേശം കേരളത്തിലെ ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് താങ്ങും തണലും പിന്തുണയും കൈത്താങ്ങും നൽകിയ ഒരു പ്രദേശമാണ്. 1969 മുതൽ 1980 കാലം വരെ എൻ്റെ ഭക്ഷണവും താമസവും ഈ മണ്ണിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടുമായി സ്വന്തം നാടിനേക്കാൾ അധികം ബന്ധവും അതിനുശേഷം ആദർശത്തിൻ്റെ ഈറ്റില്ലം എന്ന നിലക്ക് ഒരുപാട് അടുപ്പവുമുണ്ട്. ഈ പ്രദേശത്ത് വെച്ച് ഇന്ന് ഇതിൻ്റെ മുമ്പ് ഒരുപാട് ആദർശ വിശദീകരണ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് ചില പ്രത്യേക സാഹചര്യവും കൂടി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അന്ധവിശ്വാസത്തിൻ്റെ നടുവിൽ കിടന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടിക്കാലത്ത് നാട്ടിലും കുടുംബത്തിലുമുണ്ടായിരുന്ന ഇന്നിവിടെ കാണുന്ന തരത്തിലുള്ള എല്ലാ അനാചാരങ്ങളിലും വിശ്വാസത്തെപ്പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, നേർച്ച വഴിപാടുകൾ, ഇതിലെല്ലാം കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ചെറുപ്പകാലത്ത് അള്ളാഹുവിൻ്റെ വിധി എന്ന നിലക്ക് ഈ പ്രദേശത്ത് പഠിക്കാൻ സാഹചര്യം ലഭിക്കുകയും ഇവിടെ നിന്ന് കുറച്ചെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി പഠിക്കാനും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കാരണവന്മാരും നേതാക്കളുമായി അവരുടെ വാക്കുകൾ കേൾക്കാനും ഉപദേശങ്ങൾ ശ്രവിക്കാനുമെല്ലാം 1969 മുതൽ ഭാഗ്യം ലഭിച്ച ഈ പ്രദേശത്ത് ഞാൻ ഇനിയും ഒരു ആദർശത്തിൻ്റെ മഹാപ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കുറച്ചെങ്കിലും ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. ഞങ്ങളിവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ മുജാഹിദ് പണ്ഡിതന്മാരുടെയും ഒരു കേന്ദ്രമായിരുന്നു മദീനത്തുൽ ഉലൂമും മദീനത്തുൽ ഉലൂമിയുടെ ലൈബ്രറിയുമെല്ലാം. മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാനും അന്ന് കേരളത്തിലെ മതഗ്രന്ഥശാലകളിൽ വാഴക്കാട് കഴിച്ചാൽ, ദാറുൽ ഉലൂം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ മതഗ്രന്ഥമുള്ള ആധികാരിക ഉമ്മഹാത്തുൽ കുത്തുബ് എന്ന് പറയുന്ന ഗ്രന്ഥമുള്ള ഇവിടുത്തെ മദീനത്തുൽ ഉലൂമിലെ ഞങ്ങളുടെ ഒക്കെ പഠിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ മാതൃസ്ഥാപനത്തിൻ്റെ ലൈബ്രറിയിൽ പണ്ഡിതന്മാർ വരികയും അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ഈ പള്ളിയിൽ പ്രസംഗിക്കുകയും ഇവിടെ പൊതുപ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമെല്ലാം അകന്നു നിൽക്കാൻ ഈ പ്രദേശവും ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ച ആ പ്രബോധന പ്രവർത്തനങ്ങളും കാരണമായ എന്നെപ്പോലെയുള്ള
ധാരാളം ആളുകൾ എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളും പണ്ഡിതന്മാരുമൊക്കെ ഈ പ്രദേശത്തിൻ്റെ ഉൽപ്പന്നങ്ങളായും ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു കേട്ട ആദർശം KM മൗലവിയും EK മൗലവിയും റഹിമഹുമുള്ള അവരുടെയൊക്കെ നാവിൻ തുമ്പത്ത് നിന്ന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആദർശം നേരിട്ട് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും MCC സഹോദരന്മാർ അവിടുന്ന് ശേഷം ഉമർ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഈ പ്രദേശത്ത് തന്നെയുള്ള PP ഉണ്ണീൻകുട്ടി മൗലവി റഹിമഹുമുള്ള അവരെ പോലെയുള്ള ആളുകൾ, അവരിൽ പലരും പ്രഭാഷകന്മാരോ അല്ലെങ്കിൽ സ്റ്റേജിന്മേൽ തിളങ്ങുന്നവരോ ആയിരുന്നില്ല. നരിക്കുത്ത് സഹോദരന്മാരായ PN അഹ്മദ് മൗലവി, ഹസൻ മൗലവി പോലെയുള്ള ആളുകൾ, അവരുടെയൊക്കെ ഇളം തലമുറക്കാരായ PP ഹസൻ മൗലവി തുടങ്ങി അവർ വരെയുള്ള ആളുകൾ, അവരുടെ കൂടെ പുറത്തുനിന്ന് ഇവിടെ വന്ന് ഇസ്ലാഹിന് നേതൃത്വം നൽകിയിരുന്ന മഹാനായ KP മുഹമ്മദ് മൗലവി വരെയുള്ള ആളുകൾ, ഇവരെല്ലാം അന്ന് നമ്മളെ പഠിപ്പിച്ച ആദർശം ഒന്നായിരുന്നു. 979 കാലത്ത് ആ ആദർശത്തിന്റെ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നിന്ന് ഇതിന്റെ വെളിപ്പാടകലെ പുളിക്കൽ പെരിയമ്പലത്ത് വെച്ച് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന കുറച്ചു മുതിർന്ന ആളുകൾ ഓർക്കുന്നുണ്ടാകും. ആ സംഭവം കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് എന്ന് പറയാവുന്ന തരത്തിൽ വിദേശ ലോക പണ്ഡിതന്മാരടക്കം, ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരടക്കം അവരെ വിരുന്നൂട്ടാനും അവരെ സ്വീകരിക്കാനും ആദ്യമായി ഭാഗ്യം ലഭിച്ച ഒരു മണ്ണ് ഇതായിരുന്നു. അന്നൊക്കെ നമ്മൾ പഠിച്ചത്, അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെ വേർതിരിഞ്ഞു നിൽക്കുന്നു എന്നതായിരുന്നു. ഒരുപാട് മഹാന്മാരായ, ചിന്തിക്കാൻ പോലും നിർവചിക്കാൻ പോലും കഴിയാത്ത അത്ര തരത്തിലുള്ള ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായിരുന്ന ആ മഹാന്മാർ, എടവണ്ണ അലവി മൗലവി, ഷെയ്ഖുൽ ഹദീസ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന് തുടങ്ങി എൻ്റെ വന്യനായ ഗുരുനാഥൻ NK മുഹമ്മദ് മൗലവി ചേന്നമംഗല്ലൂർ, KC അലവി മൗലവി, KC അബൂബക്കർ മൗലവി തുടങ്ങിയിട്ടുള്ള പണ്ഡിതവര്യന്മാരായ ആളുകൾ, അവരൊക്കെ ഈ കേരളത്തിന് നൽകിയ സംഭാവന, പലരും സ്റ്റേജിന്റെ മുകളിലിരുന്ന് നല്ല പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും നടത്തി, മറ്റു പലരും എഴുത്തിൽ കൂടി ഇസ്ലാഹി ആദർശത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അബ്ദുൽ ഗഫൂർ മൗലവിയെ പോലെയുള്ള ഗുരുനാഥന്മാർ എഴുത്തിൽ കൂടിയാണ് ഈ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ അവരുടെ പിതാവും മറ്റു പല പണ്ഡിതന്മാരും ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും പള്ളികളിലും ക്ലാസ് മുറികളിലും ലൈബ്രറികളിലും ക്യാമ്പുകളിലുമെല്ലാം വെച്ച് നമുക്കൊരാദർശം പഠിപ്പിച്ചു. വ്യക്തികൾ വലിയതല്ല, എത്ര മഹാന്മാരായിരുന്നാലും എത്ര ഹോജാക്കന്മാരായിരുന്നാലും ജനങ്ങളുടെ മുമ്പിൽ ആർക്കെത്ര വലിയ വലിപ്പവും മഹാത്മ്യവും കൽപ്പിക്കപ്പെടുന്ന സർവാദരണീയരായിരുന്നാലും അവരല്ല വലിയത്, അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയുമാണ് എന്ന ഒരാദർശം. ആ ആദർശം ഒരു നൂറ്റാണ്ട് കാലം അതിന് വെള്ളവും വളവും നൽകിയ പല പ്രദേശങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഇവിടെയും. ആ ആദർശം ഇന്ന്
നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പണ്ടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ പണ്ടത്തേതിലധികം 10 ഇരട്ടി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ നാട്ടിലുണ്ടാകുന്ന മഹാവിപത്തുകൾ ഇസ്ലാമിനെയും ഖുർആനിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്നു. മഹാനായ റഹ്മത്തുല്ലിൽ ആലമീൻ ലോകത്തിന്റെ അനുഗ്രഹദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ പേരിൽ നടുറോട്ടിൽ കുത്തുക്കൊലകളും തർക്കങ്ങളും കലഹങ്ങളും എന്തിന് എന്ന് ഒരു ഹിന്ദു സഹോദരൻ ചോദിക്കുമ്പോൾ നാം ലജ്ജിതരായി തല താഴ്ത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത തരത്തിൽ അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ രാക്ഷസീയ രൂപം കൊണ്ട് ഇവിടെ വളർന്നു വരുമ്പോൾ നാം ആ പഴമയിലേക്ക് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു ആദർശത്തിലായിരുന്നു ആ ഒരു ആദർശത്തിലേക്ക് കൂടുതൽ മടങ്ങുകയും ആ പഴമയെ നിലനിർത്തുകയും ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ജനങ്ങളോട് ആവർത്തിച്ചുറക്കെ പറയാനാണ് സഹോദരങ്ങളെ ഈ ഒരു സംഗമം ഇവിടെ കൂടിയിട്ടുള്ളത്. ഇനിയും നാട്ടിൻ്റെ ധനഭാഗങ്ങളിലും ഇൻഷാ അല്ലാഹ് 18-ാം തീയതി വയനാട് കമ്പളക്കാട് എന്നും കഴിഞ്ഞ 4 വർഷമായി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പേരിൽ അതിൻ്റെ ലാബിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം വേറൊരു പാർട്ടിയായി പോകാനോ വേറെ ഒരു സംഘടനയുണ്ടാക്കി അതിൻ്റെ പിന്നിൽ അണിനിരന്ന് അതുകൊണ്ട് ലാഭം നേടാനോ അല്ല എന്ന് ഈ പ്രസ്ഥാനത്തെയും ഇതിൻ്റെ പ്രവർത്തകരെയും അറിയുന്ന എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് ഒരു കൂട്ടായ്മ മാത്രം. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ ഈ കൂട്ടായ്മക്ക് കേരളത്തിലെ എല്ലാ സമൂഹത്തിൻ്റെ ഇടയിലേക്കും വളരെ സുതാര്യമായി കൊണ്ട് തന്നെ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ഇസ്ലാം മനസ്സിലാക്കിയ സഹാബത്തും താബിഉകളും തബഉ താബിഉകളും എന്ന് പറയുന്ന സലഫു സാലിഹീങ്ങളായ ആളുകളും കാണിച്ച ആ മാർഗമേതാണോ ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒരിക്കലും ആദർശവും വിശ്വാസവും തള്ളിക്കളഞ്ഞുകൂടാ, അതിൽ വെള്ളം ചേർത്തുകൂടാ എന്ന് കൃത്യമായ നിഷ്ഠയുള്ള ഒരു വിഭാഗമാണ് ഈ പ്രവർത്തകന്മാർ. അതനുസരിച്ച് ജീവിക്കണമെന്ന് കഴിയുന്നത്ര പ്രതിജ്ഞയെടുത്തുകൊണ്ട് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗവുമാണ് സഹോദരന്മാരെ. ഈ പ്രവർത്തകന്മാരെ ഈ നാട്ടുകാർക്കറിയാം, ഇവിടെയുള്ള എല്ലാ മനസംഘടനക്കാർക്കും അറിയാം. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് മുതൽ എല്ലാ മനസംഘടനകളുമായി ഒന്നിക്കുകയും യോജിക്കുകയും ഒന്നിച്ചിരിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ മനുഷ്യന്മാർ ഒന്നിക്കുകയും മനുഷ്യന്മാർക്കെതിരെയുള്ള മുഴുവൻ തിന്മകളുടെയും അധർമ്മങ്ങളുടെയും വെല്ലുവിളികൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുകയും ചെയ്യണമെന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇതിൻ്റെ പ്രവർത്തകന്മാരുണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യം എന്ന ഭാരതീയർ എന്ന ആ സമൂഹം ഇന്ത്യക്കാർ എന്ന നിലക്ക് യോജിച്ചു നിൽക്കുകയും ഒന്നിച്ചു നിൽക്കുകയും പ്രതിഷേധിക്കുകയും പലപ്പോഴും കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങളൊന്നാണ്, ഈ രാജ്യത്തെ ആർക്കും ഒറ്റുകൊടുക്കാൻ സാധ്യമല്ല എന്ന് ഉറക്കെ പറയേണ്ട സന്ദർഭത്തിൽ ഈ രാജ്യത്തിലെ മുഴുവൻ മതവിശ്വാസികളുമായും ഹിന്ദുവെന്ന്, ക്രിസ്ത്യാനിയെന്ന്, മുസ്ലിമെന്ന്, ജൈനനെന്ന്, ബുദ്ധനെന്ന് വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഉറക്കെ പറയുന്ന, അതും സ്വന്തം അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സ്വയം ജീവിക്കുന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ഒന്നിക്കാൻ എന്നും മുന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സംഘമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. അതിന് ജനങ്ങൾക്ക് പരിചയമുണ്ട്, മുകളിലുള്ളവർക്ക് പരിചയമില്ലെങ്കിലും അതിൻ്റെ പേര് പോലും പറയാൻ ചില ആളുകൾക്ക് നാവ് വഴങ്ങുന്നില്ലെങ്കിലും ഈ കേരളക്കാർ
വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെ കൃത്യമായി അതിന്റെ മഖ്റജ് അനുസരിച്ച് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. മുസ്ലിം സമൂഹം ഒന്നിച്ച് ജീവിക്കേണ്ട സന്ദർഭം, ഒന്നിച്ച് നിൽക്കേണ്ട സമയമുണ്ടായപ്പോൾ, പ്രത്യേകിച്ചും ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ഒന്നിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അവനവന്റെ പരലോകത്തിന് വേണ്ടിയാണ്. ഞാനൊരു അഭിപ്രായം സ്വീകരിച്ചത് എന്റെ ഖബറ്, എന്റെ ഒന്നാമത്തെ വീട് ദുനിയാവ് കഴിഞ്ഞാൽ ആദ്യത്തെ അവ്വലു ബൈത്തിൻ, ആദ്യത്തെ വീടെന്ന് പറയാവുന്ന എന്റെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനൊരു ആദർശം സ്വീകരിച്ചത്. അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മാറി ഈ പ്രദേശത്ത് വെച്ച് ഇസ്ലാഹിന്റെ ആദർശം ഉൾക്കൊണ്ടത് എന്റെ ആഖിറത്തിന് വേണ്ടിയാണ്, ആരും മറ്റെന്തെങ്കിലും തന്നത് കൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്നവർ, ഈ പ്രദേശത്തുള്ള ഈ നാട്ടുകാർ ഒക്കെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശക്തന്മാരായ അമരക്കാരും കുടുംബങ്ങളുമായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ പരലോകം രക്ഷപ്പെടണം എന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരലോകത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ, നാളെ പരലോക രക്ഷയ്ക്ക് വേണ്ടി അതാണ് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർക്കും അത് വിശ്വസിക്കാം. പക്ഷേ ആ പരലോക കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അഭിപ്രായ ഭിന്നതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ പലപ്പോഴും ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. മുസ്ലിം ഉമ്മത്തിലെ മതപ്രബോധകന്മാരെ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും, അവരുടെ പേരിൽ വർഗീയതയുടെ ചാപ്പ കുത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ തന്നെ കൃത്യമായ ഒരു ചെറിയ ന്യൂനപക്ഷമായ ഫാഷിസം മുസ്ലിം സമൂഹത്തെ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളുടെയും ക്രൈസ്തവ സമൂഹത്തിലെ, ദലിത് സമൂഹത്തിന്റെ, മുസ്ലിം സമുദായത്തിലെ ഒക്കെ തന്നെ അവരുടെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ വെറുതെ അനാവശ്യമായി ഇടപെട്ട് അവരെ വർഗീയവാദികളാക്കാനും അതുപോലെ അപകടകാരികളാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ പണ്ടും പ്രത്യേകിച്ചും ശരീഅത്തിന്റെ പേരിൽ ശക്തമായ വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ, പഴയ കാലത്തും ഇന്നും എന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളും, അക്കൂട്ടത്തിൽ ഈ ഒരു കൊച്ചു പ്രസ്ഥാനം, ശൈശവദശയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കൊച്ചു പ്രസ്ഥാനവും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുമായും ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ആഴ്ചയിൽ, അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഒക്കെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഐക്യവും ഭദ്രതയും കെട്ടുറപ്പും നിലനിർത്താൻ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, ഏതെല്ലാം തരത്തിൽ ഒന്നിക്കേണ്ടതുണ്ടോ, എങ്ങനെയെല്ലാം പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ടോ, ആ സന്ദർഭങ്ങളൊന്നും ഞങ്ങളാരും പാഴാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം അതല്ല. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനെ അവരവരുടെ ആദർശമനുസരിച്ച് ജീവിക്കുമ്പോൾ തള്ളാനും ചവിട്ടിപ്പുറത്താക്കാനും, അവർ ജിന്നിനെ ആരാധിക്കുന്നവരാണ് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അങ്കലാപ്പ് ഉണ്ടാക്കുവാനും കുറച്ചുകാലമായി ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ സഹോദരന്മാർ അറിഞ്ഞോ അറിയാതെയോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സങ്കടകരമായ ഒരവസ്ഥയിൽ നസീഹത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം നാട്ടുകാരെ എന്ന് പറയാനാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകന്മാരെ ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? പലരുടെയും മക്കളല്ലേ, പലരുടെയും പിതാക്കന്മാരല്ലേ, ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും അനുജന്മാരും അനുജത്തിമാരും വല്യപ്പമാരും വല്യമ്മമാരുമല്ലേ, പലരുടെയും ഗുരുനാഥന്മാരല്ലേ, പലരുടെയും സുഹൃത്തുക്കളല്ലേ. ഇവരൊക്കെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണെന്നും ജിന്നൂറികൾ എന്ന പേര് വിളിച്ചുകൊണ്ട് അവരെ തള്ളാനും കൊള്ളാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആദർശത്തിന്റെ പേരിൽ അതിന് ശക്തി കൂട്ടാൻ വേണ്ടി ആരൊക്കെ ഒന്നിച്ചാലും ആ ഒന്നിച്ചതിനെ ഒന്ന് കണ്ടറിയണമെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയും കൂടിയാണ് സഹോദരന്മാരെ നമ്മൾ ഇവിടെ പറയുന്നത്. ഞങ്ങൾ ഈ സമ്മേളനം ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ ആകെ വളരെ കുറച്ചു കാലം മാത്രമാണ് ആയുസ്. ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി വളർത്തി വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യ അജണ്ട, കഴിഞ്ഞ 10-14 കൊല്ലമായി മുഖ്യ അജണ്ട ആരൊക്കെ മതത്തിൽ നിന്ന് പുറത്താക്കണം എന്നതായിരുന്നു. ആരൊക്കെ ദീനിന്റെ വിരോധികളാണ്, ആരൊക്കെ മാരിക്കാണ്, ആരൊക്കെ മുർത്തദ്ദാണ്, ആരൊക്കെ മുനാഫിക്കാണ്,
ആരൊക്കെ തകർക്കണം എന്നതായിരുന്നു മുഖ്യ അജണ്ട എന്ന് പറഞ്ഞാൽ, ഒരു നൂറ്റാണ്ടുകാലം ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ നാട്ടിലും ഈ കേരളത്തിലും പുറത്തും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച, കുടുംബത്തെ ത്യജിച്ച, ഒരുപാട് ത്യാഗം സഹിച്ച ഇസ്ലാഹി നേതാക്കന്മാരും തലമുറകളായി ഈ സലഫി പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നവരും അവരുടെ പിൻഗാമികൾ ഇതുമാത്രം മുഖ്യ അജണ്ടയായി അതിനെ ശക്തി കൂട്ടാനും കൊഴുപ്പ് കൂട്ടാനും അങ്ങോട്ട് ചാടുകയും ഇങ്ങോട്ട് ചാടുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുമ്പോൾ സഹോദരന്മാരെ, ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ, സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ, ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഗുരുശിഷ്യ ബന്ധങ്ങളും നാട്ടുകാരുമായുള്ള ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഹക്കും ബാത്തിലും ജനങ്ങളോട് പറയാതിരുന്നാൽ നാളെ പടച്ചവൻ പൊരുത്തപ്പെടുകയില്ല, അള്ളാഹു ശിക്ഷിക്കും എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് സഹോദരന്മാരെ 2-3 ആളുകൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എത്ര പേര് ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയി എന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. എൻ്റെ ഗുരുനാഥന്മാരായ ആളുകൾ, നമ്മുടെയൊക്കെ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ, ഒന്നിച്ച് ജീവിച്ചിരുന്ന ആളുകൾ, അവസാനം ഈ ഒരു അനാവശ്യമായി കുറെ ആളുകളെ ആദ്യം ഈ പ്രസ്ഥാനം തകർത്തു. എന്നിട്ട് ആ ആളുകളുടെ പേരിൽ മുർത്തദ്ദാണ്, മാരിദാണ്, മാരിഖാണ്, ദീനിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞ് 10-15 കൊല്ലം മുഖ്യ പ്രവർത്തനമായി നടന്നു. അതിന് പ്രത്യേകമായ ആളുകളെ വളർത്തിയെടുത്ത് നാടുനീളെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നടന്നു. അതിനുശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2013 കാലമായപ്പോൾ വീണ്ടും ഒരു കൂട്ടരെ അതുപോലെ തന്നെ അങ്ങോട്ട് തകർത്തി അവരെ ദീനിൽ നിന്ന് പുറത്താക്കി അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു എന്ന് പറയുകയും സാധാരണക്കാരായ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. അധിക പുരോഹിതന്മാരും പണ്ഡിതന്മാരും അനാവശ്യമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുകയും വയസുദ്ദൂനഹും അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിശ്വാസികളെ വിളിച്ചു പറഞ്ഞ ആ ഒരു താക്കീത് നമ്മൾ ഉൾക്കൊണ്ടേണ്ടതല്ലേ? ആളുകളെ കാഫിറും ആളുകളെ മതത്തിൽ നിന്ന് പുറത്താക്കി, ആളുകളെ മുർത്തദ്ദാക്കി, മാരിക്കാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇതിനിടയിൽ മരിച്ചുപോയ ആളുകൾ എത്രയുണ്ട്. ഈ മരിച്ചുപോയ ആളുകളെ മുർത്തദ്ദാണെന്ന് പറഞ്ഞ് മരിച്ചുപോയ ആളുകൾ, അങ്ങനെ മുർത്തദ്ദാക്കപ്പെട്ട് മരിച്ചുപോയ ആളുകൾ, ജിന്നിനെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞ് മരിച്ചുപോയ മുവഹിദുകളായ നല്ല മനുഷ്യന്മാർ, അവരുടെ പരലോകം എന്താണെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ, നമുക്കും അറിഞ്ഞുകൂടാ നമ്മളെ പരലോകം. പക്ഷേ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ മഹത്തായ സ്ഥാനങ്ങളിൽ നിന്ന്, ആദർശത്തിന്റെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ ദീനിൽ നിന്ന് പുറത്താക്കി, എന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും പന്ത് തട്ടിക്കളിക്കുന്ന എന്നിട്ട് അതിൻ്റെ പേരിൽ ഐക്യം പറയുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ സഹോദരന്മാരെ, നമുക്ക് മരിക്കണ്ടേ, ദീനിലേക്ക് മടങ്ങണ്ടേ, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന ഒരു പ്രാഥമികമായ ഒരു ഉപദേശം മാത്രമാണ് ഞങ്ങൾ ഇതിൽ കൂടി നമുക്കെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളാനും നിങ്ങൾ ഉൾക്കൊള്ളാനും നൽകുന്നത്. 2000-ന്റെ ആദ്യ കാലഘട്ടം വരെ വളരെ സ്നേഹത്തിലും ഒരാദർശത്തിലും നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനത്തെ 2000-ന് ശേഷം തകർത്തിയത് ഒരു സോഴ്സ് മാത്രമാണ്. ഒരു സോഴ്സിൽ നിന്നാണ് ഈ തകർപ്പുകൾ ഉണ്ടായത്, ഈ അപകടങ്ങൾ ഉണ്ടായത്, ഈ മാലിന്യങ്ങൾ ഉണ്ടായത്. ആ ഒരു സോഴ്സിൽ നിന്നാണ് ഈ മാലിന്യങ്ങൾ ഇപ്പോഴും വമിക്കുന്നത്. ആ സോഴ്സുകൾ ഒന്നിച്ചു കൂടിയാലും ഇല്ലെങ്കിലും അതുതന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക. നമ്മളൊക്കെ ഒറ്റയായിക്കൊണ്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. പാർട്ടിയുടെ നേതാക്കളായിക്കൊണ്ടല്ല, പാർട്ടി പ്രവർത്തകന്മാരായിക്കൊണ്ടല്ല, കൈകോർത്തുകൊണ്ടല്ല, ഏതെങ്കിലും തരത്തിൽ പരസ്പരം കരാർ എഴുതി ഒപ്പിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ ഞങ്ങളെയും സഹായിക്കണം, നമുക്ക് ഒന്നിച്ചു നീങ്ങാം എന്നിങ്ങനെയുള്ള ഇതോടുകൂടിയൊന്നും പരലോകത്തെ രക്ഷപ്പെടുകയില്ല. നിങ്ങളെ ഒന്നാമത്തെ സമയം നാം സൃഷ്ടിച്ച പോലെ ഒന്നിച്ചു തന്നെ വന്ന ഒറ്റയായിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പരലോകത്തേക്ക് വരിക എന്ന അള്ളാഹുവിന്റെ ആ വചനം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്, നമ്മൾ അറിയാതെ പോകരുത്. പാർട്ടികളല്ല, സംഘടനകളല്ല, നേതാക്കന്മാരല്ല,
നമ്മളെ പരലോകത്തേക്ക് രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ സംഘടനകൾ ആവശ്യമാണ്, പാർട്ടി ആവശ്യമാണ്. പാർട്ടികളും സംഘടനകളും ഉണ്ടാകുമ്പോൾ അതിന് നേതാക്കൾ ആവശ്യമാണ്. നേതാക്കളെ ഉന്നത സ്ഥാനത്തിരുത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നേതാക്കന്മാർ നമ്മളെ പരലോകം രക്ഷിക്കുകയില്ല. ഞങ്ങളിപ്പോൾ ഇന്ന ആളുകളെ മുർത്തദ്ദുകളെന്നോ ജിന്നിനെ ആരാധിക്കുന്നവരെന്നോ വിളിക്കണമെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ നിങ്ങൾ അവരെ അങ്ങനെ വിളിച്ച് ആട്ടുകയും ഞങ്ങളിപ്പോൾ പിൻവലിക്കുന്നു, അവരൊക്കെ നല്ലവരാണെന്ന് പറയുമ്പോൾ ശരി അവരെ ഞങ്ങൾ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അമ്മാനാടി കളിക്കുന്നതല്ല മതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നേതാവും ഒരു മഹാനും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടായിരിക്കുകയില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ രംഗത്തും ഇവിടെ ഇതിന് മുമ്പ് സമസ്ത കേരളയുടെ പണ്ഡിതന്മാരായ ആളുകൾ, പല വിഭാഗത്തിലും പെട്ട ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തെയും വളരെ വളരെ മോശമായി പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളൊക്കെ അത് കേൾക്കുകയും ചെയ്തു. ആരായിരുന്നാലും, ഇനി വേറെ ആരായിരുന്നാലും, ഇനി വരാനുള്ളവരാരായിരുന്നാലും നമ്മളൊക്കെ ഒന്നിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിച്ചു ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ, ആ ഖുർആനിന്റെയും ഹദീസിന്റെയും ചര്യയിൽ നിന്ന്, ആ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ച ചര്യയിൽ നിന്ന് ഒരു സംഘടനാപരമായി പറഞ്ഞാൽ 2000 വരെ 1900-ന്റെ തുടക്കം മുതൽ സംഘടിതമായി കേരളത്തിൽ ഐക്യസംഘം മുതൽ കേരള ജംഇയ്യത്തുൽ ഉലമ മുതൽ തുടങ്ങി വെച്ച ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 2000 വരെയുള്ള 2000-ന്റെ തുടക്കം വരെയുള്ള ആദർശം എന്തായിരുന്നോ ആ ആദർശത്തിൽ നമുക്കാർക്കും പിഴച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കിടയിൽ ഹദീസ് നിഷേധങ്ങൾ വന്നു, നമുക്കിടയിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും വന്നു, അനാചാരങ്ങളും വന്നു. ആ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതത് കാലഘട്ടത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളാണ്, തെറ്റാണ്, വർജിക്കണമെന്ന് സമൂഹത്തിനോട് ഒന്നിച്ചു പറഞ്ഞു. ഈ ഒരു നൂറ്റാണ്ടുകാലം മുഴുവനും ആ ഒന്നിച്ചു പറഞ്ഞതിന്റെ ഫലം കേരളത്തിൽ നമുക്ക് കിട്ടി. തിരൂരങ്ങാടിയിലെ KM മൗലവിയും, പുളിക്കലിലെ PP ഉണ്ണിയൻകുട്ടി മൗലവിയും, കടവത്തൂരിലെ EK മൗലവിയും, അപ്പുറത്തെ ജമാലുദ്ദീൻ മൗലവിയും, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട മനുഷ്യന്മാരിൽ നിന്ന് കേരളത്തിന്റെ മുഴുവൻ മഹല്ലത്തുകളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ശക്തിയും മസ്ജിദുകളും സ്ഥാപനങ്ങളും ഉണ്ടായത് ഒരാദർശത്തിന്റെ പേരിൽ ജീവിച്ചത് കൊണ്ടാണ്. ആ ആദർശം എന്തായിരുന്നു? നമുക്ക് സുനഹദോസ കൂടി നമ്മൾ തീരുമാനിക്കേണ്ടതായിരുന്നില്ല. നദുവത്തുൽ മുജാഹിദിന്റെയോ ജംഇയ്യത്തുൽ ഉലമയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടനകളുടെയോ, വിഷ്ണു ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അടക്കം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സംഘടനകളുടെ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പണ്ഡിതന്മാർ കൂടിയാലോചിക്കുന്നതും തീരുമാനിക്കുന്നതും. ഇപ്പൊ നമുക്കിത് പറയാം, 2003 അത് പറയാം, 2013 ഇത് പറയാം. ഇനി ഒരു 16 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി തിരിച്ച് ഇങ്ങോട്ട് പറയാം എന്നിങ്ങനെ പണ്ഡിതന്മാർ കൂടി തീരുമാനിക്കുന്നതല്ല മതം എന്ന് പറയുന്നത്. അത് സ്ഥായിയാണ്, അത് സ്ഥിരമാണ്, അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വളരെ വെളിച്ചമുള്ളതാണ്. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാഇ ലാ യസ്ആ ലൈലുഹാ കനഹരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഒരു മഹജ്ജത്തുൽ ബൈളാ ഉണ്ട്, ഒരു വെളുവെളുത്ത പാത, അതിൽ ഇരുട്ടില്ല, അതിൽ രാത്രിയില്ല. ഈ ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ മഹജ്ജത്തുൽ ബൈളാ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള പാത, പരിശുദ്ധ ഖുർആനിന്റെ ഹദീസുകൾ അത് സ്ഥായിയാണ്, സ്ഥിരമാണ്, സത്യമാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുമെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ അത് സത്യമാണ്. അതിൽ മാറ്റത്തിരുത്തലുകൾ കാലത്തിനനുസരിച്ച്, നാട്ടിനനുസരിച്ച്, മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്കനുസരിച്ച് മാറ്റത്തിരുത്തലുകൾ നടത്തേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട യഥാർത്ഥമായ ആദർശം എന്താണോ ആ ആദർശത്തിനു വേണ്ടി ഒരു നൂറ്റാണ്ടുകാലം ഇസ്ലാഹി പ്രസ്ഥാനം നിലനിന്നിരുന്ന ആ ആദർശത്തിൽ തന്നെ നിലനിൽക്കണം. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതും നമുക്കിഷ്ടമില്ലാത്തതും ഉണ്ടെങ്കിൽ പോലും ആ ആദർശത്തിൽ തന്നെ നിലനിൽക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു അത് സത്യമാണ് എന്ന് നമുക്ക് തെളിയിച്ചു തരുമെന്ന
ആ ഒരു വിശ്വാസത്തിൽ നമ്മളെ ഗുരുനാഥന്മാർ, നമ്മളെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ദഅവത്ത് നിലനിർത്താനാണ് സഹോദരന്മാരെ വിഷ്ണു ഇസ്ലാമിക് ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഇവിടെ പ്രവർത്തിക്കുന്നതും. അത് സുതാര്യമാണ്. ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ, ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ, അതിന്റെ സീഡികൾ, അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത അതിന്റെ രേഖകൾ ഒക്കെ ആ ഒരു അർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. ആ ആദർശത്തിലേക്ക് മനുഷ്യ സമൂഹം മുഴുവനും, ആ ആദർശം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടേതല്ല, ഇത് ഈ പ്രപഞ്ചത്തിൻ്റെതാണ്. ഈ വായുവിനെ പോലെ, വെളിച്ചം പോലെ, ഈ വിശുദ്ധ ജലഗണങ്ങൾ പോലെ ഏറ്റവും തെളിഞ്ഞ മനുഷ്യ സമൂഹത്തിനുള്ളതാണ് ഈ ആദർശം. ഈ ആദർശത്തിലേക്ക് മടങ്ങാം. ആ ആദർശത്തെ ഇല്ലാതെയാക്കാനോ അതിനെ കാലത്തിനനുസരിച്ച് വളച്ചൊടിച്ച് അനാവശ്യമായി ഹദീസുകളെയും ഖുർആനിന്റെ വചനങ്ങളെയും കോട്ടിമാട്ടി ദുർവ്യാഖ്യാനിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തരുതേ എന്ന വിനീതമായ ഒരഭ്യർത്ഥന നേതാക്കൾക്ക് കഴിയില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഖബറിലേക്ക് ആരുമുണ്ടാവുകയില്ല. നമ്മളെങ്കിലും ഈ ആദർശത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് വളരെ വിനീതമായി ജനങ്ങളോട് ഒരു ഗുണകാംക്ഷയോടുകൂടി മാത്രം ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ. ആരും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടില്ല. മുജാഹിദായി മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ ഒരാളും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കണമെന്നോ ജിന്നുമലക്കുകളെ പൂജിക്കണമെന്നോ പറയുകയില്ല, പറഞ്ഞിട്ടില്ല. അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി മരിച്ചുപോയാൽ രക്ഷപ്പെടുകയില്ല, നമുക്ക് രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന ഖുർആനിന്റെ വചനം ഒരു സഹൃദയ ബുദ്ധിയ ഈ സമൂഹത്തിനോടുള്ള എല്ലാവരോടും, പണ്ഡിതന്മാരോടും സാധാരണക്കാരോടും ഞാൻ ഉപദേശിക്കുകയാണ്. നേരു മനസ്സിലാക്കുക. നമുക്കിതിൽ വാശിയും പാർട്ടി തർക്കങ്ങളും അല്ല ഉള്ളത്. പാർട്ടിയേക്കാൾ അധികം നമ്മുടെ ദീനാണ് പ്രധാനം. ഒരു പാർട്ടിയുമില്ലാതെ, ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുക്കാതെ, ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ മഹാനായ ഉമർ മൗലവി അടക്കം അങ്ങനെയൊന്നും ഒരു സംഘടനയിലെ മെമ്പറായിരുന്നില്ല. എന്നിട്ടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വന്യനായ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. ഞാൻ പറയുന്നത്, ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ പോലും, ഒരു പാർട്ടിയുടെയും വക്താവായിട്ടില്ലെങ്കിൽ പോലും ഖുർആനും ഹദീസും അതടിസ്ഥാനത്തിലുള്ള ആചര്യകളും അനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടുമെന്നിരിക്കെ പാർട്ടിക്ക് വേണ്ടി മലക്കം മറിഞ്ഞ് ഈ സമൂഹത്തിൽ അപകടങ്ങളോ അല്ലെങ്കിൽ ഭയപ്പാടുകളോ ഉണ്ടാക്കുവാനോ ആരെയെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താക്കാൻ ഏതെങ്കിലും ആളുകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വയം പുറത്താകുമെന്നല്ലാതെ സ്വയം കാലിന്റെ അടിയിലെ മണ്ണെങ്കിലും നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മനുഷ്യരെ, സമൂഹമേ, മതസംഘടനക്കാരെ, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ മരിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ സൂക്ഷിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. വിശ്വാസികളെ, സത്യത്തിൽ വിശ്വസിച്ച ആരായിരുന്നാലും, അവൻ ഏത് പാർട്ടിക്കാരനായിരുന്നാലും, ഏത് സംഘടനക്കാരായിരുന്നാലും, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമുക്കെല്ലാവർക്കും, ഞാൻ ഒന്നാമതായി എനിക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഈ നാട്ടിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും ബാധകമായ ഒരു വചനം, ഇത്തഖുല്ലാഹ ഹഖ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം നിങ്ങൾ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദ. അഹ്സാബിൽ പറഞ്ഞ വചനം വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നല്ലത് പറയുക, നേരെ ചൊവ്വയുള്ള വാക്കുകൾ പറയുക. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹ് ഇസ്ലാഹിലാക്കി തരും, നന്നാക്കി തരും. നല്ല വാക്കുകൾ പറയാതെ കാര്യങ്ങൾ വളച്ചൊടിക്കുകയോ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ അവരെ പ്രതിക്കൂട്ടിലാക്കുകയോ ഇവരെ തള്ളുകയോ ഇവരെ കളിയാക്കുകയോ അവർ അപകടകാരികളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തത് കൊണ്ട് ഒരിക്കലും നമ്മൾ നന്നാവാൻ പോകുന്നില്ല. നിങ്ങൾ വഖൂലു ഖൗലൻ സദീദ, സദീദായ നേരെ ചൊവ്വയുള്ള
സത്യസന്ധമായ വാക്കുകൾ പറയുക. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അഥവാ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും. നമുക്കിനിയും ചാൻസുകളുണ്ട്. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന ഒരു നസീഹത്ത്, ഗുണകാംക്ഷ മാത്രമാണ് ഈ സംഘടന നടത്തുന്നത്, അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ഒരു ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തെറ്റുകൾ ഏതാണ്, ശരി ഏതാണ്, എന്താണ് ഈ തരത്തിലുള്ള ബഹളങ്ങളുടെ കാരണങ്ങളെന്ന് വളരെ ഗുണകാംക്ഷയോടുകൂടി തന്നെ ഇവിടെയുള്ള സഹോദരന്മാർ പറയണമെന്നാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തെ പ്രഭാഷകൻ എന്ന നിലക്ക് ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നതും. അങ്ങനെയുള്ള ഒരു ഗുണകാംക്ഷയുടെയും നേരും നെറികേടും വേർതിരിക്കാൻ ജനങ്ങൾക്ക് സഹായകമാകുന്ന ഒരു സന്ദേശ പ്രബോധന ഈ സംരംഭത്തിൽ, ഈ സംഗമത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക, സത്യം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതുപോലെ അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ, ജിബ്രീലിന്റെ റബ്ബേ, മീകായിലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യകാര്യങ്ങളെയും ദൃശ്യകാര്യങ്ങളെയും അറിയുന്ന തമ്പുരാനെ, ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്, സത്യത്തിന്റെ കാര്യത്തിൽ എവിടെയാണോ ഭിന്നിപ്പുള്ളത് ആ ഭിന്നിപ്പിന്റെ കാര്യത്തിൽ സത്യത്തിലേക്ക് തമ്പുരാനെ ഞങ്ങളെ നീ വഴി കാണിക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീയാണ് വഴി കാണിക്കുന്നവനെന്ന ആ പ്രാർത്ഥന സഹോദരന്മാരെ, ഇത്തരം സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാരും ആദരണീയരും നമ്മുടെയൊക്കെ നേതാക്കന്മാരും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ സമൂഹത്തിൽ മുവഹിദുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ജീവിക്കുന്ന മനുഷ്യന്മാരെ, ദീനിന്റെ ആരാധകൻ, ജിന്നിനെ ആരാധിക്കുന്നവർ, മലക്കിനെ പൂജിക്കുന്നവർ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതല്ല. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ബാഹ്യമായ സംഘടനാവാസി വിട്ടുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം ഏതാണോ തമ്പുരാനെ, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി കാണിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും ഞങ്ങളെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നല്ല, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, സത്യത്തിലേക്ക് വഴി കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കും. അതിന്റെ ഫലം കാണും, നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു അത് കാണിച്ചു തരുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. വേദിയിലുള്ള ആദരണീയനായ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ വൈസ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഫൈസൽ മൗലവി തുടങ്ങി മറ്റു സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പുളിക്കലിലും പരിസര പ്രദേശങ്ങളിലുമായി ഈ ശബ്ദം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ നാട്ടുകാർ, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ സാഹചര്യം സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടകന്റെ പ്രഭാഷണത്തിലും നമ്മൾ കേട്ടുകഴിഞ്ഞു.